Hello dear students, welcome to Target Learning App. എടാ 10ൽ പഠിക്കുന്ന എല്ലാ മക്കളും ഇങ്ങോട്ട് പോന്നോളി. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡെയിലി ഒരു 1.5 മണിക്കൂർ വെച്ച് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാണ്. അങ്ങനെ നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മുടെ SSLCന്റെ കംപ്ലീറ്റ് പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ട് നല്ല കോൺഫിഡൻസിലേക്ക് എത്താൻ പോവാണ്. നല്ല ടോപ്പ് മാർക്കിലേക്ക് നമ്മൾ എത്തും എന്ന് ധൈര്യമായി നിങ്ങൾക്ക് വിളിച്ചു പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു ക്ലാസ്സുകൾ ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പം മക്കളെ, അതിന് എന്നാണ് തുടങ്ങുക ഒക്കെ നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് ആണ്. 4-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുക തുടങ്ങുക അല്ലേ. 4-ാം തീയതി ജനുവരി 4-ാം തീയതി നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. ജനുവരി 4-ാം തീയതി രാത്രി 7:30 മണിക്കാണ് നമ്മളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും കൂട്ടി വരിക. അടിച്ച് പൊളിച്ച് നമുക്ക് പഠിക്കണം. എല്ലാവർക്കും നല്ല ടോപ്പ് മാർക്ക് വാങ്ങണം. അത് കണ്ട് കേരളം ഞെട്ടണം. റൈറ്റ്? അതിന് നിങ്ങൾക്ക് പ്രോപ്പർ ടൈം ടേബിൾ വേണം. നല്ല ക്ലാസ്സും വേണം. ടൈം ടേബിൾ ഇതാ ഞാൻ ഇപ്പം അങ്ങ് തരുന്നു. ഓക്കെ, ക്ലാസ് വഴിയെ ഓരോ ദിവസങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ആ ടൈം ടേബിൾ എവിടെ അവൈലബിൾ ആവും മക്കളെ? ടൈം ടേബിളിൻ്റെ PDF നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ വാട്സാപ്പ് അതിൽ ഞങ്ങൾ സെൻഡ് ചെയ്യും. അത് നോക്കുക. അത് കൂടാതെ ഞാൻ ആ ടൈം ടേബിളിൻ്റെ ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കടാ, നമ്മുടെ ടൈം ടേബിളിൻ്റെ ഓവറോൾ വ്യൂ നോക്കിക്കേ. 4-ാം തീയതി ബുധനാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കെമിസ്ട്രിയോട് കൂടിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള ചാപ്റ്റർ അല്ലേ. ഓക്കെ, ആദ്യത്തെ കെമിസ്ട്രിയുടെ 1-ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി 5-ാം തീയതി വ്യാഴാഴ്ച ബയോളജിയിലെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്നുള്ള ചാപ്റ്ററാണ് മക്കളെ. ഒന്നുമില്ല, ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിനടുത്ത ദിവസം 6-ാം തീയതി വെള്ളിയാഴ്ച മാത്സ് ആണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 7-ാം തീയതി ശനിയാഴ്ച SS ആണ്, റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ഇൻ ദ 20th century. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, മലയാളം മീഡിയം കുട്ടികൾക്ക് ക്ലാസ് ഇല്ലേ എന്ന്. ഉണ്ട്. 2 ലാംഗ്വേജിലും നിങ്ങൾ കണ്ടന്റ് പറഞ്ഞു തരും. ഡോണ്ട് വറി റിഗാർഡിങ് ദാറ്റ്. ഓക്കെ, 2 ലാംഗ്വേജിലും വൃത്തിയായി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഏത് മീഡിയം കുട്ടികളാണെങ്കിലും ധൈര്യമായി ഇങ്ങ് പോന്നോളൂ. സൂപ്പർ ക്ലാസ് ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അതിൻ്റെ കൂടെ നോട്ട്സും നിങ്ങൾക്ക് തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താ? ആദ്യം മാനസികമായി തയ്യാറാവുക. എനിക്ക് നല്ല മാർക്ക്, ഈ ഒരു വർഷം എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങൾ ആദ്യം നടത്തണം. അതാണ് ആദ്യം വേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു വർക്ക് ചെയ്യണം എന്നുള്ളൊരു താല്പര്യവും നിങ്ങളുടെ ഉള്ളിൽ വരണം. എന്നിട്ട് നിങ്ങൾ ഈ വരുന്ന ലൈവ് ക്ലാസ്സുകൾ രാത്രി 7:30 മണിക്ക് ലൈവ് ഉണ്ടാകും. ആ ലൈവ് ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക. അതിനനുസരിച്ച് ആ ക്ലാസ്സിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഉറപ്പാണ് ഫുൾ മാർക്ക് തന്നെ. നമുക്ക് ഫുൾ മാർക്ക് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. A+ന്റെ കേസ് ഒരു സംശയവും നിങ്ങൾ സംശയിക്കേണ്ട, കിട്ടിയിരിക്കും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ പഠിച്ചു പോകണം. അതിന് ഫുൾ സപ്പോർട്ടും ടാർഗറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ടൈം ടേബിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഈ ടൈം ടേബിൾ പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നോക്കിക്കേടാ, ഏകദേശം നമ്മൾ ഒരു ഫെബ്രുവരി 15 ആവുമ്പോഴേക്കും നമ്മൾ ഏകദേശം പോർഷൻസ് അങ്ങ് കവർ ചെയ്യും. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ മെയിനായിട്ട് ലാംഗ്വേജസ് ആണ് ഇതിൽ വരാത്തത് അല്ലേ. ബാക്കി എല്ലാ സബ്ജക്ട്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ഈ 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ സ്പെഷ്യൽ സെഷൻസും അവൈലബിൾ ആക്കി തരും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ നമ്മൾ 15-ാം തീയതിയോട് കൂടി ആ ഫസ്റ്റ് സ്റ്റേജ് എന്നോണം നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഹിസ്റ്ററി, ജോഗ്രഫിയാണ് കവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷ്, മലയാളം അതുപോലെയുള്ള ലാംഗ്വേജസ് നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും. ഹിന്ദി പോലത്തെ ലാംഗ്വേജും അങ്ങ് കവർ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക്, അപ്പോഴേക്കും നമ്മുടെ മോഡൽ എക്സാം ആവും. മോഡൽ എക്സാം നിങ്ങൾ വൃത്തിയാക്കി എഴുതുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിൽ വന്ന നിങ്ങൾക്ക് വരുന്ന അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാരത്തോൺ റിവിഷൻ ക്ലാസ്സും അങ്ങ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എക്സാമിലേക്ക് കയറുമ്പോൾ ഒരു പേടിയില്ല മക്കളെ, ഫുൾ മാർക്ക് നമുക്ക് തന്നെയാണ്. എന്തിനാ നിങ്ങൾ സംശയിക്കണേ? പിന്നെ
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാന്നുള്ള ഒരു ഡ്യൂട്ടി നിങ്ങൾക്കുണ്ട്. എല്ലാവരിലേക്കും ഇൻഫോം ചെയ്യുക. ഒരുമിച്ചിരുന്ന് പഠിക്കാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കണം. സൂപ്പറായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ പബ്ലിക് എക്സാം മാത്രമേ ഇനി മനസ്സിലുണ്ടാകാവൂ, അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ, അതിന് ഫുൾ മാർക്ക് വാങ്ങുന്ന കാര്യം മാത്രമേ ഇനി സംസാരിക്കാവൂ. റൈറ്റ്? എല്ലാവരും ഇതിന് അടിയിൽ കമൻറ്റ് ചെയ്യണം. എന്ത്? ഞാൻ വാങ്ങും സർ ഫുൾ എ പ്ലസ്, ഞാൻ വാങ്ങും സർ ഫുൾ എ പ്ലസ്. നിങ്ങളെ കോൺഫിഡൻസ് ഇതിനടിയിൽ നിങ്ങൾ കാണിക്കണം. റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വെച്ച് നമുക്ക് ഇനി കാണാം. സോ ബൈ, സീ യു.